Good evening, students. Today, we are going to deal with the poem, A Telephone Conversation. Let me share the screen. A Telephone Conversation, Part 2. A Telephone Conversation എന്ന് പറയുന്ന പോം ഒരു പോയറ്റിക് സറ്റയർ ആണ്. ഈ ഒരു പോം ഒരു ആക്ഷേപഹാസ്യമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് സൊസൈറ്റിയിൽ പ്രിവെയിൽ ആയിട്ടുള്ള ഒരു റേസിസം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പോയറ്റിക് സറ്റയർ ആണ് ടെലിഫോൺ കോൺവെർസേഷൻ എന്ന് പറയുന്ന പോം. Telephone Conversation is a poetic satire against the degenerated and inhuman condition of Black people in society. ഈ ഒരു ടൈറ്റിൽ പോലെ എ ടെലിഫോൺ കോൺവെർസേഷൻ നിങ്ങൾക്ക് കാണാം. The poem depicts a telephone conversation between a West African man, ഒരു വെസ്റ്റ് ആഫ്രിക്കൻ മാനും ഒരു ബ്രിട്ടീഷ് ലേഡിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഈ പോമിന്റെ സബ്ജക്റ്റ് മാറ്റർ ആയിട്ട് വരുന്നത്. ഒരു വെസ്റ്റ് ആഫ്രിക്കൻ മാനും ഒരു ബ്രിട്ടീഷ് ലാൻഡ് ലേഡിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. അപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ദി ഇഷ്യൂ ഓഫ് റേസിസം ആണ് എന്ന് നമ്മൾ കണ്ടു. റേസിസ്റ്റിന്റെ ആ പ്രെജുഡൈസ്ഡ് ആയിട്ടുള്ള അവരുടെ വ്യൂസും കാര്യങ്ങളും ഒക്കെയാണ് ഈ പോമിന്റെ സബ്ജക്റ്റ് മാറ്റർ ആയിട്ട് വരുന്നത്. ഇവിടെ പോസ്റ്റ് വാർ ഡെക്കേഡ്സ്, അതായത് പോസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഇംഗ്ലണ്ടില് ഒരു സബ്സ്റ്റൻഷ്യൽ ഇൻഫ്ലക്സ് ഓഫ് ആഫ്രിക്കൻ ഇമിഗ്രൻസ് കാണാനായിട്ട് സാധിച്ചിരുന്നു. അതായത് ഇമിഗ്രൻസ് ഇംഗ്ലണ്ടിലോട്ട് വരുന്നത്, അതിന്റെ ഒരു ഗണ്യമായ ഒരു വർധനവ് അതിൽ കാണാനായിട്ട് സാധിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ആഫ്രിക്കൻസ് ഇംഗ്ലണ്ടിലോട്ട് വരുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ഒരു റേഷ്യൽ ടെൻഷൻ അവിടെ കൂടിയിട്ടുണ്ടാവണം അല്ലെ. അങ്ങനെ ആ ഒരു റേഷ്യൽ ടെൻഷനിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു പോമിലും ഡെപിക്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു പോം ഇറ്റ് ക്യാപ്ചേഴ്സ് ദി എസെൻസ് ഓഫ് ഹ്യൂമൻ ഇന്ററാക്ഷൻ അക്രോസ് റേഷ്യൽ ഡിഫറൻസസ്. നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ കാണാം, മൈ സ്കിൻ കളർ ഈസ് നോട്ട് എ ക്രൈം എന്നത് അല്ലേ. റേസിസം എത്രത്തോളം അവരെ അത് ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അത് ഈ ഒരു പോസ്റ്ററിലൂടെ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ഒരു ഈ പോമില് നമ്മൾ കാണുന്നുണ്ട് ഒരു വെസ്റ്റ് ആഫ്രിക്കൻ മാൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു വൈറ്റ് ലാൻഡ് ലേഡീനെയും കാണുന്നു. ഇവർ രണ്ടുപേരുടെയും ആറ്റിറ്റ്യൂഡാണ് ഈ പോമില് ഡെപിക്ട് ചെയ്തിട്ടുള്ളത്. അതായത് വൈറ്റ് വുമൻസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ബ്ലാക്ക് പീപ്പിൾ, അതുപോലെ തന്നെ ബ്ലാക്ക് മാൻ, ആ ഒരു ബ്ലാക്ക് മാനിന്റെ ആങ്കർ ടുവേർഡ്സ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, ആ റേഷ്യൽ ടെൻഷനോടുള്ള അവരുടെ പ്രതികരണം എങ്ങനെയാണ് എന്ന് കൂടി നമുക്ക് ഇവിടെ കാണാം. അവരുടെ ആ ഒരു ആങ്കർ, ഓക്കെ, അതൊക്കെ നമ്മൾക്ക് ഈ വർക്കിൽ കാണാനായിട്ട് സാധിക്കും. ഈ വർക്കിന്റെ ചെറിയൊരു കാർട്ടൂൺ സ്കെച്ചാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ഒരു പിക്ചർ തന്നെ ഞാൻ അവസാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പോം വായിച്ചിട്ട് നിങ്ങൾ ഇതൊന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ ഒരു ജസ്റ്റ് ഒരു സമ്മറി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. എ ടെലിഫോൺ കോൺവെർസേഷൻ എന്ന പോമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓപ്പണിംഗ് ലൈൻ: The price seemed reasonable, location indifferent. The landlady swore she lived off premises. Nothing remained but self-confession. Madam, I hate a wasted journey. I am African. ഈ ഓപ്പണിംഗ് ലൈനിൽ തന്നെ നമുക്ക് ആ ഒരു റേഷ്യൽ ടെൻഷൻ കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. ആ ഒരു ഓപ്പണിംഗ് ലൈൻസിലും അതുപോലെ തന്നെ ആ തുടർച്ചയായിട്ടുള്ള വരികളിലും റേഷ്യൽ ടെൻഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. പ്രൈസ് സീംഡ് റീസണബിൾ, ലൊക്കേഷൻ ഇൻഡിഫറെന്റ്. ഇവിടെ ഒരു ബ്ലാക്ക് മാൻ, ഒരു വെസ്റ്റ് ആഫ്രിക്കൻ മാൻ ആണ് എന്ന് നമ്മൾ കണ്ടു. ബ്ലാക്ക് മാൻ, അദ്ദേഹം ഹീസ് പ്ലാനിങ് ടു റെന്റ് ആൻ അപ്പാർട്ട്മെന്റ്.
അദ്ദേഹം ഒരു അപ്പാർട്ട്മെന്റ് റെന്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അപ്പൊ പൊതുവെ നമ്മളൊരു അപ്പാർട്ട്മെന്റ് റെന്റ് ചെയ്യുമ്പോഴോ വാങ്ങുമ്പോഴോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും അല്ലെ. ഈ ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ റെന്റ് റേറ്റ് അഫോർഡബിൾ ആണോ എന്ന് നമ്മൾ നോക്കും, ലൊക്കേഷൻ സ്യൂട്ടബിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും അല്ലെ, എല്ലാ കാര്യങ്ങളും ആക്സസിബിൾ ആണോ എന്ന രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയുന്ന മറ്റൊരു പോയിന്റ്, ലാൻഡ് ലേഡി swore she lived off premises. ലാൻഡ് ലേഡി ഡിഡ് നോട്ട് ലിവ് there. ലാൻഡ് ലേഡി അവിടെ താമസിക്കുന്നുമില്ല, അപ്പൊ അവരുടെ ശല്യം ഉണ്ടാവില്ല. അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. The price seemed reasonable. Location indifferent. The landlady swore she lived off premises. Affordable rent ആണ്, ലൊക്കേഷൻ പ്രൈം ലൊക്കേഷൻ ആണ്, സ്യൂട്ടബിൾ ആണ്, ആൻഡ് ലാൻഡ് ലേഡി ഡിഡ് നോട്ട് ലിവ് there. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു വീട് റെന്റ് ചെയ്യാം എന്ന് അദ്ദേഹം ഈ ഒരു വീടിനെ കുറിച്ച് അന്വേഷിക്കാം, വൈറ്റ് ലാൻഡ് ലേഡിയോട് അന്വേഷിക്കാം എന്ന് തീരുമാനിക്കുകയാണ്. ബട്ട് സെൽഫ് കൺഫെഷൻ, മാഡം ഐ വാണ്ട്, ഇവിടെ ഒരു വാർണിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ് വാർണിംഗ് എന്താണ്? ഐ ഹേറ്റ് എ വേസ്റ്റഡ് ജേർണി, ഐ എം ആഫ്രിക്കൻ എന്ന് പറയുന്നു. അതായത് നമ്മളുടെ ഈ സ്പീക്കർ ഇവിടെ ഉള്ള ഈ ബ്ലാക്ക് ആഫ്രിക്കൻ വെസ്റ്റ് ആഫ്രിക്കൻ മാൻ, അദ്ദേഹത്തിന് റേഷ്യൽ പ്രെജുഡൈസസ് നേരത്തെ ഉണ്ടായിരുന്ന പാസ്റ്റിൽ ഉണ്ടായിരുന്ന റേഷ്യൽ പ്രെജുഡൈസസിനെ കുറിച്ച് നല്ലൊരു ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഐ ഹേറ്റ് എ വേസ്റ്റഡ് ജേർണി. വെറുതെ ടൈം കളഞ്ഞ് അവിടെ വരെ യാത്ര ചെയ്ത് വന്ന് ആ ഒരു ഇത് വേസ്റ്റ് ആക്കാനായിട്ട് അദ്ദേഹത്തിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഹി ഈസ് ഗോയിങ് ടു റിവീൽ ഹിസ് ഐഡന്റിറ്റി. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുകയാണ്. അതെ, ഹി ഈസ് അവെയർ ഓഫ് ദി ഡിസ്ക്രിമിനേഷൻ, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നു. ഇവിടെ ശരിക്കും നമ്മളുടെ സ്പീക്കർ ഒരിക്കലും ഒരു ആഫ്രിക്കൻ ആയതുകൊണ്ടോ ബ്ലാക്ക് ആയതുകൊണ്ടോ അവിടെ അദ്ദേഹം അഷെയിംഡ് അല്ല. പക്ഷെ അദ്ദേഹത്തിന് അറിയാം ഇവരുടെയൊക്കെ സ്വഭാവം ഇതല്ലേ, അതുകൊണ്ട് ഇനി നേരത്തെ തന്നെ ആദ്യം തന്നെ പറഞ്ഞേക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് അദ്ദേഹം ഇത് ആദ്യം തന്നെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സെൽഫ് കൺഫെഷൻ എന്ന രീതിയിൽ ഈ ഒരു ടേം അവിടെ കൊടുത്തിട്ടുള്ളത്. ബട്ട് സെൽഫ് കൺഫെഷൻ, മാഡം ഐ വാണ്ട്, ഒരു വാർണിംഗ് ആണ്, അതൊരു വാർണിംഗ് ആണ്. ബ്ലാക്ക് ആഫ്രിക്കൻ എന്ന് പറയുന്നത് ഒരു വാർണിംഗ് ആണ്. അവിടെയും അദ്ദേഹം യൂസ് ചെയ്യുന്നത് ആഫ്രിക്കൻ എന്നാണ്. ആഫ്രിക്കൻ എന്നാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. അദ്ദേഹം ബ്ലാക്ക് ആണ് എന്ന് അദ്ദേഹം പറയുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ വോൾസോയിങ്കയെ കാണാം. അദ്ദേഹം നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റിനെതിരായിരുന്നു അല്ലെ, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അദ്ദേഹത്തിന് ഈ ബ്ലാക്ക്നെസ്, സെലിബ്രേഷൻ ഓഫ് ബ്ലാക്ക്നെസ്, അല്ലെങ്കിൽ പ്രൗഢമായിട്ട് ഞാൻ ബ്ലാക്ക് ആണ് എന്നൊന്നും അദ്ദേഹം പറയുന്നില്ല. ഐ എം ആഫ്രിക്കൻ എന്നാണ് അദ്ദേഹം അപ്ഹോൾഡ് ചെയ്യുന്നത്. ആ ഒരു കളറിനെ മാത്രമല്ല, ആഫ്രിക്കയുടെ കൾച്ചർ, ഹെറിറ്റേജ്, ട്രഡിഷൻ, അതൊക്കെയാണ് അദ്ദേഹം അപ്ഹോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ഐ എം എ ആഫ്രിക്കൻ എന്ന രീതിയിൽ റിവീൽ ചെയ്യുന്നത്. ഓക്കെ, the poem begins with the speaker talking on the phone with a potential landlady. ഒരു പൊട്ടൻഷ്യൽ വൈറ്റ് ലാൻഡ് ലേഡിയോട് അദ്ദേഹം സംസാരിക്കുകയാണ് ഓവർ ഫോൺ, ഹോപ്പിംഗ് ടു റെന്റ് സം സോർട്ട് ഓഫ് ഹൗസിംഗ് അല്ലെ. അക്കോമഡേഷൻ ഫൈൻ ആണെന്ന് നമ്മൾ കണ്ടു, അത് എക്സ്പെൻസീവ് അല്ല, ലൊക്കേഷൻ വളരെ സ്യൂട്ടബിൾ ആണ്, കൂടാതെ ലാൻഡ് ലേഡി അവിടെ താമസിക്കുന്നില്ല. അദ്ദേഹം ആ ഒരു റേഷ്യൽ പ്രെജുഡൈസിനെ കുറിച്ച് അവെയർ ആയതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഒരു സെൽഫ് കൺഫെഷൻ എന്ന രീതിയിൽ ഈ പോമില് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം സ്ട്രേറ്റ് അവേ അഡ്മിറ്റ് ചെയ്യുകയാണ് അദ്ദേഹം ഒരു ബ്ലാക്ക് ആണ് അല്ലെങ്കിൽ ആഫ്രിക്കൻ ആണ് എന്ന് അഡ്മിറ്റ് ചെയ്യുന്നു. ബിക്കോസ് ഹി ഡസ് നോട്ട് വാണ്ട് ടു വേസ്റ്റ് ഹിസ് ടൈം ആൻഡ് എനർജി ഇഫ് ദി ലേഡി ഈസ് ഗോയിങ് ടു റിഫ്യൂസ് ഹിം ഓൺ ദാറ്റ് ബൗണ്ട്. ആ ഒരു കാരണത്താൽ അദ്ദേഹത്തിനെ അവർ ഒഴിവാക്കുകയാണെങ്കിൽ അത് ഇവിടെ തന്നെ തീർക്കാമല്ലോ, വെറുതെ യാത്ര ചെയ്ത് അവിടെ വരെ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. സ്പീക്കർ റെഫേഴ്സ് ടു ദിസ് മൊമെന്റ് ആസ് എ സെൽഫ് കൺഫെഷൻ. ഈ ഒരു മൊമെന്റിനെ നമ്മളുടെ സ്പീക്കർ റെഫർ ചെയ്യുന്നത് ഒരു സെൽഫ് കൺഫെഷൻ എന്ന രീതിയിലാണ്. ഓക്കെ, അപ്പൊ സ്പീക്കറിന്റെ ബ്ലാക്ക്നെസ് ബീങ് സംതിങ് ദാറ്റ് ദി ലാൻഡ് ലേഡി മസ്റ്റ് ബി വാർൺഡ് അബൌട്ട്, അതൊരു വാർണിംഗ് ആയിട്ടാണ്. വാർണിംഗ് എന്ന വേർഡ് പോലും നമ്മളുടെ പോമിനെ ആ വരിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ, വാർൺഡ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആഫ്രിക്കൻ ആയതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ?
അല്ലെ? അങ്ങനെ നമ്മൾ ചിന്തിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ സ്പീക്കർ ശരിക്കും പേഴ്സണലി ഒട്ടും അഷെയിംഡ് അല്ല. അദ്ദേഹം ആഫ്രിക്കൻ ആയതിൽ വളരെ പ്രൗഡാണ്. പക്ഷെ അദ്ദേഹത്തിന് ഫുള്ളി അവെയർ ആണ് ഈ സൊസൈറ്റിയിൽ എത്രത്തോളം റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചൊരു ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അത് ഒരു വാർണിംഗ് സൈൻ ആയിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, നൗ ദി second part, silenced transmission of pressurized good breeding. Voice when it came, lipstick coated, long gold roll, cigarette holder piped. Caught I was foully. How dark, I had not misheard. Are you light or very dark? ഇതൊരു സൈലൻസ് ആണ്. ആഫ്രിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സൈലൻസ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമ്മളുടെ വൈറ്റ് ലേഡി, ഇത്രയും പൊളൈറ്റ് ആയിട്ട് ആദ്യം സംസാരിച്ചിരുന്ന വൈറ്റ് ലേഡിയുടെ ബിഹേവിയറിലെ ആ ഒരു കോൺട്രാസ്റ്റ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അല്ലേ? അവരുടെ വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള മാനേഴ്സും അതിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന റേഷ്യൽ പ്രെജുഡൈസുമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അല്ലെ? ലാൻഡ് ലേഡീനെയാണ് സൈലൻസ്ഡ് ട്രാൻസ്മിഷൻ ഓഫ് പ്രഷറൈസ്ഡ് ഗുഡ് ബ്രീഡിങ്. ഈ വൈറ്റ് ലേഡി ഇവിടെ അഫ്ലുവന്റ് ക്ലാസിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ്, അല്ലെങ്കിൽ ഈ വൈറ്റ് സൊസൈറ്റിയുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ലിപ്സ്റ്റിക് കോട്ടഡ്, അതിന്റെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ആയിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ പോയിറ്റ് ഇമാജിൻ ചെയ്യുന്നതാണ്. പോയിറ്റ് ശരിക്കും ആ ലേഡീനെ കാണുന്നില്ല അല്ലെ? ഫോണിലാണ് ആ ലേഡിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ വിഷ്വലൈസ് ചെയ്യുകയാണ്, ഇവരിങ്ങനെയായിരിക്കും അല്ലെ, ഇങ്ങനെയായിരിക്കും. ലിപ്സ്റ്റിക് കോട്ടഡ് അഫ്ലുവന്റ് ക്ലാസിന്റെ ആ ഒരു നേച്ചർ, ആ ഒരു അവരുടെ ഒരു അപ്പിയറൻസ് ആണ് അദ്ദേഹം ഇവിടെ കൊടുക്കുന്നത്. ലിപ്സ്റ്റിക് കോട്ടഡ്, ലോങ് ഗോൾഡ് റോൾഡ് സിഗരറ്റ് ഹോൾഡർ, ഇതൊക്കെ വെച്ചിട്ട് ഉള്ള ഒരു ലേഡി ആയിരിക്കും അത് അല്ലെ? അവരുടെ ആ ഒരു കോൺട്രാസ്റ്റ്, ബിഹേവിയറിലുള്ള ഒരു കോൺട്രാസ്റ്റ് കൂടിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. Caught I was foully. How dark എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഹൗ ഡാർക്ക്. അപ്പോ ആഫ്രിക്കൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരുടെ സ്വഭാവം അല്ലെ, ആ ഒരു വൈറ്റ് ലേഡിയുടെ ഹിഡൻ ആയിട്ടുള്ള റേഷ്യൽ പ്രെജുഡൈസ് പുറത്തു വന്നു. അവർ വളരെ ബ്ലണ്ട് ആയിട്ട്, വളരെ ഷാർപ്പായിട്ട് മറ്റുള്ളവരെ നോവിക്കുന്ന രീതിയിൽ അവർ ചോദിക്കുകയാണ്. അവർക്ക് മറ്റുള്ളവരുടെ ഫീലിങ്സിനെ കുറിച്ച് ഒരു കൺസിഡറേഷനും ഇല്ല. അവർ ചോദിക്കുന്നു ഹൗ ഡാർക്ക് എന്ന് ചോദിക്കുന്നു. നമ്മളുടെ സ്പീക്കർ അദ്ദേഹം ശരിക്കും സർപ്രൈസ്ഡ് ആവുകയാണ്. ഇതെന്ത് ചോദ്യം അല്ലേ? കാരണം അദ്ദേഹം കേട്ടതിന്റെ മിസ്റ്റേക്ക് ആണോ? ഐ ഹാഡ് നോട്ട് മിസ്ഹേർഡ്, ഞാൻ കേട്ടതിന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്ന് നമ്മുടെ സ്പീക്കർ ചിന്തിക്കുന്നു. അപ്പോൾ ദേ പിന്നെയും പറയുന്നു, എന്താണ്? ആർ യു ലൈറ്റ് ഓർ വെരി ഡാർക്ക് എന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, ഇവിടെ നമ്മൾക്ക് ആ വൈറ്റ് ലാൻഡ് ലേഡിയുടെ യഥാർത്ഥ സ്വഭാവമാണ് കാണാനായിട്ട് പറ്റുന്നത്. ഈ വൈറ്റ് ലേഡി എന്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്? വൈറ്റ് സൊസൈറ്റിയുടെ തന്നെ റെപ്രസെന്റേറ്റീവ് ഫിഗർ ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു കാഷ്വൽ ക്വസ്റ്റ്യൻ പോലെ ഒരാളുടെ നിറത്തെയാണ് അവർ ചോദ്യം ചെയ്യുന്നത്. ഹൗ ഡാർക്ക്, ആർ യു ലൈറ്റ് ഓർ വെരി ഡാർക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു കാഷ്വൽ, അത് അടുത്ത വരികളിൽ അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഈ ലൈൻസ് ഒന്നുകൂടി ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം ഇതിലെ മീനിങ്. The poet deliberately uses the imagery of lipstick coated, long gold rolled, cigarette holder, piped. അതൊക്കെ ഹയർ സോഷ്യൽ ക്ലാസ്സിനെ ഷോക്കേസ് ചെയ്യാനായിട്ടാണ് എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ ഇമാജിനേഷൻ ആണ്, സ്പീക്കറിന്റെ ഇമാജിനേഷൻ ആണ്. ഒരു എഫ്ലുവന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഫിസ്റ്റിക്കേറ്റഡ് ബ്രിട്ടീഷ് ലേഡി എങ്ങനെയായിരിക്കും ഒരു പ്രോഗ്രസീവ് അർബൻ വേൾഡിൽ ഉണ്ടാവുക, ആ ഒരു പിക്ചർ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം ഇൻ റിയൽ ആ ഒരു ലേഡീനെ കാണുന്നില്ല. ഇനി ആ ഒരു ലേഡി, ഈ അപ്പുറത്ത് സംസാരിക്കുന്ന വ്യക്തി ബ്ലാക്ക് മാൻ ആണ് എന്നറിയുമ്പോൾ ഷീ ഗോസ് സൈലന്റ്. ആദ്യം സൈലൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെ? അപ്പോ ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ പോലും അവര് ഹെസിറ്റേറ്റ് ചെയ്യുന്നു അല്ലെ? അവർക്കൊരു ഡിസ്കംഫർട്ട് ആണ്. ആകെ അവര് ബ്ലാക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഡിസ്കംഫർട്ട് ആണ് അവരിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ the poem highlights how individuals, regardless of background, can form assumptions based on race. ഇനി ലേഡി ചോദിച്ച ചോദ്യം നമുക്ക് കാണാം. ഹൗ ഡാർക്ക്, ആർ യു ലൈറ്റ് ഓർ വെരി ഡാർക്ക്
അല്ലെ, ബ്ലണ്ട് ആയിട്ടുള്ള ഒരു ചോദ്യം അവർ നമ്മളുടെ വെസ്റ്റ് ആഫ്രിക്കൻ മാനിനോട് ചോദിക്കുകയാണ്. അപ്പോ അദ്ദേഹം ചിന്തിക്കുന്നു, അദ്ദേഹം മിസ്ഹേർഡ് ചെയ്തതാണോ, നീ അങ്ങനെ ശരിക്കും അങ്ങനെ കേട്ടപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാണോ? പക്ഷേ later he realizes that the landlady is repeatedly asking the same question with varying emphasis. നേരത്തെ ആദ്യം ചോദിച്ചു ഹൗ ഡാർക്ക് എന്ന്, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു എംഫസിസ് മാറ്റിയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്താ പറയുക, ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്യുന്നത് പോലെ ആർ യു ലൈറ്റ് ഓർ വെരി ഡാർക്ക് എന്ന് ചോദിക്കുവാണ്. ഓക്കെ, ഇവിടെ ഒരുപാട് ഓപ്ഷൻ തന്നിട്ട് ചോദിക്കുന്നത് പോലെ ആർ യു വെരി ലൈറ്റ് ഓർ ഡാർക്ക് എന്ന രീതിയിൽ ഓപ്ഷൻസ് ഒന്ന് ചോദിക്കുന്നത് പോലെ വളരെ കാഷ്വൽ ആയിട്ട് ഒരാളുടെ നിറത്തെ കുറിച്ച് ആ ലേഡി അവിടെ ചോദിക്കുന്നു. നെക്സ്റ്റ് ലൈൻസ്, ബട്ടൺ ബി, ബട്ടൺ എ, stench of rancid breath of public hide and speak, red booth, red pillar box, red double-tired omnibus, squelching tar, it was real. നേരത്തെ ഞാൻ പറഞ്ഞു അവർ രണ്ട് ഓപ്ഷൻ കൊടുത്തു, ആർ യു വെരി ഡാർക്ക് ഓർ ആ ഒരു രീതിയിൽ രണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അത് നമ്മളുടെ ഈ എന്താണ് ടെലിഫോണിലൊക്കെ ബട്ടൺ എ, ബട്ടൺ ബി, ബട്ടൺ അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറയുന്നത് പോലെ അങ്ങനെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഒരു കാഷ്വൽ ക്വസ്റ്റ്യൻ പോലെ അവർ അവതരിപ്പിച്ചിരിക്കുകയാണ് അല്ലെ. അവിടെ അപ്പുറത്തുള്ള ആളുടെ ഫീലിങ്സിനൊന്നും ഒരു കൺസിഡറേഷനും നമ്മളുടെ ഈ വൈറ്റ് ലേഡിയെ കൊടുക്കുന്നില്ല. stench of rancid breath of public hide and speak, ഓരോ വരികളിലും ഈ വൈറ്റ് ലേഡിയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണ്. അവര് വളരെ പൊളൈറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുകയായിരുന്നു ആദ്യം അല്ലെ. ബ്ലാക്ക് ആണ് അല്ലെങ്കിൽ ആഫ്രിക്കൻ ആണ് എന്നറിയുമ്പോൾ തന്നെ അവരുടെ സ്വഭാവത്തിലെ ആ ഒരു മാറ്റം വളരെ വ്യക്തമാണ് അല്ലെ. stench of rancid breath of public hide and speak, stench of rancid breath, അതായത് the speaker could smell her rancid breath. ആ ഒരു പൊളൈറ്റ് സ്പീച്ചിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റെഞ്ച്, ആ ഒരു റാൻസിഡ്, അവരുടെ റാൻസിഡ് ബ്രെത്തിന്റെ ആ ഒരു സ്റ്റെഞ്ച് സ്പീക്കറിന് ഫീൽ ചെയ്യാൻ സാധിക്കുന്നു. ഹൈഡ് ആൻഡ് സ്പീക്ക്, ഹൈഡ് ആൻഡ് സീക്ക് എന്നാണ് നമ്മൾ ആ ഒരു ഗെയിമിന് പറയുന്നത് അല്ലെ. ഹൈഡ് ആൻഡ് ഒളിച്ചും പാത്തും കളിക്കുന്ന ആ ഒരു ഗെയിം അല്ലെ, ഹൈഡ് ആൻഡ് സ്പീക്ക്. അതിന്റെ ഒരു പണ്ണാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഹൈഡ് ആൻഡ് സ്പീക്ക് അല്ലെ. പൊളൈറ്റ് ആയിട്ടുള്ള നേച്ചറിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന റേഷ്യൽ പ്രെജുഡിസ്റ്റിക് ആയിട്ടുള്ള വ്യൂസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ചേഞ്ച് ഇൻ ടോൺ, റെഡ് ബൂത്ത്, റെഡ് പില്ലർ ബോക്സ്, റെഡ് ഡബിൾ ടയേർഡ് ഓംനിബസ്. ഈ മൂന്ന് കാര്യങ്ങളിലും കോമൺ ആയിട്ട് നിങ്ങൾ എന്ത് കാണുന്നു? റെഡ് ബൂത്ത്, റെഡ് പില്ലർ ബോക്സ്, റെഡ് ഡബിൾ ടയേർഡ് ഓംനിബസ്. എന്താണ് നിങ്ങൾ കാണുന്നത് കോമൺ ആയിട്ട്? യെസ്, റെഡ്. Definitely. Other than red? Other than red? റെഡ് ബൂത്ത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റെഡ് ബൂത്ത് നിങ്ങൾക്കറിയാം, ആ ഒരു ടെലിഫോൺ ബൂത്ത്. നമ്മൾ പൊതുവെ ലണ്ടൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ വരുന്ന കുറച്ച് പിക്ചർ ഉണ്ടല്ലോ. റെഡ് ആങ്കർ, റെഡ് എന്ന് പറയുമ്പോൾ ആങ്കറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അതെ, കറക്റ്റ് ആണ്. റെഡ് ബൂത്ത് എന്ന് പറയുന്നത് ആ ടെലിഫോൺ ബൂത്ത് ആണ്. ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ ആ പിക്ചർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ആ പിക്ചറിലോട്ട് പോകാം. ഓക്കെ, കണ്ടോ റെഡ് ബൂത്ത്, റെഡ്. ഇത് മൂന്നും എന്തിനെ സിംബലൈസ് ചെയ്യുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. റെഡ് ബൂത്ത്, റെഡ് പില്ലർ ബോക്സ് എന്ന് പറയുന്നത് പോസ്റ്റ് ബോക്സ് ആണ്, പോസ്റ്റ് ബോക്സ് പോലത്തെ പോസ്റ്റ് ബോക്സ് ആണ്. റെഡ് ഡബിൾ ടയേർഡ് ഓംനിബസ്, ഇത് മൂന്നും എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ എന്തിനാണ് ടെലിഫോൺ ഉപയോഗിക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് അല്ലെ. പില്ലർ ബോക്സ്, അതിൽ നമ്മൾ പോസ്റ്റ് ഓഫീസ്, പോസ്റ്റ് ബോക്സ് ആണ്. ലെറ്റേഴ്സ്, അതും കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ് അല്ലെ, കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പോൾ ഇവിടെ നമ്മളുടെ ബസ് ആണെങ്കിലും ഒരിടത്ത് നിന്നും ഒരു ട്രാൻസ്പോർട്ടേഷൻ, അവിടെയും ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടായിരിക്കും, എന്തെങ്കിലും അങ്ങനെ ഉള്ളൊരു റീസൺ ആയിരിക്കാം അതിനും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെയും, അതായത് ഈ റെഡ് ബൂത്തിനെയും റെഡ് പില്ലർ ബോക്സിനെയും റെഡ് ഡബിൾ ടയേർഡിനെയും കമ്മ്യൂണിക്കേഷൻ അല്ലെ, അതിന്റെ സിമ്പിളായിട്ടാണ്
നമ്മൾ കാണുന്നത്. ഒരു കമ്മ്യൂണിക്കേഷന്റെ സിമ്പിൾ ആയിട്ട് നമ്മൾ കാണുന്നു. പക്ഷേ ഇവിടെ സ്ക്വെൽച്ചിങ് ടാർ, ഈ ഒമ്നിബസ് സ്ക്വെൽച്ചിങ് ടാർ എന്ന് ഇത് മൂന്നും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ സ്ക്വെൽച്ചിങ് എന്ന് പറയുന്നത് സപ്രസ് ചെയ്യുക, സപ്രസ് ചെയ്യുക. ഹോട്ട് ടാറിനെ ഒമ്നിബസ് സപ്രസ് ചെയ്യുന്നു. ടാർ എന്ന് പറയുന്നത്, ടാറിന്റെ കളർ ബ്ലാക്ക് ആണ്. അപ്പൊ ബ്ലാക്കിനെ സപ്രസ് ചെയ്യാൻ വേണ്ടി, കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടല്ല ഇവര് റെഡ് ബൂത്ത് യൂസ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ പർപ്പസ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആരെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്? ബ്ലാക്കിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ടാർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇറ്റ് വാസ് റിയൽ. അപ്പോൾ അദ്ദേഹത്തിന് നേരത്തെ ഇത് സ്വയം നമ്മൾ അനുഭവിച്ച ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. ഇന്ന് അദ്ദേഹം അത് നേരിട്ട് അനുഭവിക്കുകയാണ്. റേസിസം, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അത് നേരിട്ട് അനുഭവിച്ചറിയുന്നു. ഒമ്നിബസ് സ്ക്വെൽച്ചിങ് ടാർ. ദി റെഡ് ടെലിഫോൺ ബോക്സ്, അത് പബ്ലിക് ടെലിഫോൺ ബോക്സ് ആണ്. നിങ്ങൾ ഇവിടെ ഈ കാണുന്നുണ്ടല്ലോ, ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ള ടെലിഫോൺ ബോക്സ് ആണ്. ഇത് പൊതുവെ നമ്മൾ ലണ്ടൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ വരുന്ന കുറച്ച് പിക്ചർ ആണ് അല്ലേ. അപ്പൊ ഇവിടെ നമ്മളുടെ ലാൻഡ് ലേഡി, അവർ വളരെ പോളിഷ്ഡ് ബിഹേവിയർ ആണ് ഷോക്കേസ് ചെയ്യുന്നത്. അവരും വളരെ കെയർഫുൾ ആയിട്ട് ഈ ബ്ലാക്ക് എന്ന വേർഡ് യൂസ് ചെയ്തില്ല. പക്ഷെ അവരെയും യൂസ് ചെയ്യുന്നത് ഡിഗ്രീസ് ഓഫ് ഡാർക്ക്നെസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഒരു കണ്ണിങ് ആയിട്ടുള്ള ഒരു നേച്ചർ കൂടി നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നു. അപ്പോൾ നമ്മളുടെ ബ്ലാക്ക്മെന്റെ മുന്നിൽ 2 ചോയ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഡാർക്ക് ആണോ ലൈറ്റ് ആണോ എന്നുള്ളൊരു 2 ചോയ്സ് ആണ്. അത് ടെലിഫോണിലെ 2 ബട്ടൺ പോലെയാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത്. അതിൽ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കോളിൽ ചൂസ് ചെയ്യാൻ, ലാംഗ്വേജ് ചൂസ് ചെയ്യാനൊക്കെ നമ്മളോട് പറയുമ്പോൾ നമ്മൾ ഓരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യൂ എന്ന് പറയുന്നത് പോലെയാണ് ആ ഒരു വൈറ്റ് ലേഡി ആ ബ്ലാക്ക് മാനിനോട് ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത് അല്ലെ. അതൊരു ഹിപ്പോക്രിറ്റിക്കൽ നേച്ചർ ഓഫ് വൈറ്റ് ഇൻ സൊസൈറ്റി ആണ് എക്സ്പോസ് ചെയ്യുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ, ആർ യു ഡാർക്ക് ഓർ ലൈറ്റ് എന്ന രീതിയിലുള്ള ഒരു ചോദ്യം, അത് സെൻസ് ഓഫ് റേസിസം ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. ആൻഡ് അവരുടെ ഡിസെപ്റ്റീവ് ആയിട്ടുള്ള വാക്കുകളിൽ നിന്നും ആ ഒരു സ്റ്റെഞ്ച്, ഒരു ഫൗൾ സ്മെൽ, സ്റ്റെഞ്ച് എന്ന് പറയുമ്പോൾ അല്ലെ, ആ ഒരു സംഭവമാണ് നമുക്ക് അതിൽ കാണാനായിട്ട് പറ്റുന്നത്. പോളിഷ്ഡ് ബിഹേവിയറിന്റെ ഉള്ളില് ഒളിഞ്ഞിരിക്കുന്ന അവരുടെ യഥാർത്ഥ നേച്ചർ നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. കൂടാതെ നമ്മളുടെ ലാൻഡ് ലേഡി അവരുടെ ആ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഈ കാര്യത്തെ വളരെ എന്താ പറയുക, ഒട്ടും മറ്റുള്ളവരുടെ ഫീലിങ്സിനെ കൺസിഡർ ചെയ്യാതെയുള്ള ഒരു ബിഹേവിയർ കൂടി നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. അപ്പൊ ഇവിടെ ഒരു കോൺട്രാസ്റ്റിംഗ് എലിമെന്റ് നിങ്ങൾക്ക് കാണാം അല്ലെ. നമ്മൾ നേരത്തെ കമ്മ്യൂണിക്കേഷന്റെ കാര്യം പറഞ്ഞു. റെഡ് ടെലിഫോൺ ബൂത്ത്, റെഡ് ബസ് ആയാലും പില്ലർ ബോക്സ് ആയാലും കമ്മ്യൂണിക്കേഷന്റെ സിമ്പിൾ ആണ്. പക്ഷെ ഇവിടെ അത് ജെക്സ്റ്റപ്പോസ് ചെയ്തിട്ടുള്ളത് എന്തുമായിട്ടാണ്? ലേഡിയുടെ റേസിസ്റ്റ് ആറ്റിറ്റ്യൂഡുമായിട്ടാണ് അല്ലെ. അതായത് എല്ലാം കമ്മ്യൂണിക്കേഷന്റെ സിമ്പിൾ ആയിട്ട് നിൽക്കുന്നു, എല്ലാവരും വളരെ വെൽക്കമിങ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിട്ട് നിൽക്കുന്നു. പക്ഷെ അതിന്റെ ഉള്ളിലോട്ട് ചെല്ലുമ്പോഴാണ് അത് സപ്രസ് ചെയ്യുകയാണ് അല്ലെ. സ്ക്വെൽച്ചിങ് ടാർ അല്ലെ. ഉള്ളിലോട്ട് ചെല്ലുമ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ച് ഡെപ്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ വൈറ്റ് പീപ്പിൾ ഹൈഡ് ദെയർ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇൻ പബ്ലിക് ബട്ട് ദേ പ്രാക്ടീസ് ഇറ്റ് ഇൻ പ്രൈവറ്റ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒമ്നിബസ് സ്ക്വെൽച്ചിങ് ടാർ എന്നത് ഒരു മെറ്റഫർ ആണ്. റേസിസ്റ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ലാൻഡ് ലേഡി അതിനെ സൂചിപ്പിക്കുന്ന മെറ്റഫർ ആണ് എന്ന് ഓർത്തിരിക്കുക. നമുക്കറിയാം ഒമ്നിബസ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷന്റെ സിമ്പിൾ ആണ്. അത് ഒരു ഹിസ്റ്റോറിക്കൽ ഒമ്നിബസ് ആണ് നമ്മളുടെ ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. അത് വൈറ്റ് സൊസൈറ്റിനെ സിംബലൈസ് ചെയ്യുന്നു. അപ്പൊ സ്ക്വെൽച്ചിങ് ടാർ എന്ന് പറയുന്നത് സപ്രഷൻ ഓഫ് പീപ്പിൾ ഓഫ് കളർ. ടാർ എന്ന് പറയുന്നത് ബ്ലാക്ക് കളറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ സപ്രഷൻ ഓഫ് ബ്ലാക്ക് പീപ്പിളിനെയാണത് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ലൈൻസ്. shamed by ill-mannered silence, surrender pushed dumbfoundment to beg simplification. Considerate she was, varying the emphasis. Are you dark or very light? അപ്പോൾ ഇവിടെ നമ്മളുടെ പോയിന്റ് അല്ലെങ്കിൽ നമ്മളുടെ സ്പീക്കറിന് ഒരു സർപ്രൈസ് ആണ്.
He is feeling ashamed by the rude silence. അല്ലേ? ഇപ്പൊ സ്പീക്കറിന്റെ പ്രൊഫഷനെ കുറിച്ചോ അദ്ദേഹത്തിന്റെ ഹാബിറ്റ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലി, അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ചോ ഒന്നും ഇവിടെ എൻക്വയറി ചെയ്യുന്നില്ല. പകരം ഒരു കാര്യം മാത്രം, ആർ യു ഡാർക്ക് ഓർ ലൈറ്റ്? അല്ലേ? അപ്പൊ ആ ഒരു ഇൽ മാനേർഡ് സൈലൻസ്, അതില് അഷെയിംഡ് ആണ് നമ്മളുടെ സ്പീക്കർ. കളറിനെ കുറിച്ച് മാത്രം ചോദിക്കുന്നു, കളറിനെ കുറിച്ച് മാത്രമാണ് ഇവിടെ ചോദ്യങ്ങൾ വരുന്നത്. pushed dumbfoundment to beg simplification. അപ്പൊ ഇവിടെ സ്പീക്കർ യാഥാർത്ഥ്യത്തെയാണ് മുന്നിൽ കാണുന്നത്. ഇതാണ് യാഥാർത്ഥ്യം, റിയാലിറ്റി. ഇറ്റ് വാസ് റിയൽ എന്ന് പോയിട്ട് ഓൾറെഡി പറയുന്നുണ്ട്, സ്പീക്കർ പറയുന്നുണ്ട് ഇറ്റ് വാസ് റിയൽ. അല്ലേ? ഇത് ഈ റേസിസം ഉണ്ട്, അദ്ദേഹം അത് അനുഭവിക്കുകയാണ് ഈ മൊമെന്റില്. സ്പീക്കർ കൺഫ്രണ്ട്സ് അൺപ്ലസന്റ് റിയാലിറ്റി. അദ്ദേഹം pushed dumbfoundment എന്ന് പറയുന്ന he is forced to face that reality, to beg simplification. അപ്പോൾ അദ്ദേഹം അവരോട് ചോദിക്കുകയാണ്, വൈറ്റ് ലേഡീനോട് ചോദിക്കുകയാണ്, ഇത്തിരി മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് പറയാവോ, ഒരു അണ്ടർസ്റ്റാൻഡബിൾ എക്സ്പ്ലനേഷൻ, ആർ യു ഡാർക്ക് ഓർ വെരി ലൈറ്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്ന് മനസ്സിലാകുന്ന രീതിയിൽ വ്യക്തമാക്കാവോ എന്ന് പറയുന്നു. ഒരു വെരിയിങ് എംഫസിസിൽ ആർ യു ഡാർക്ക് ഓർ വെരി ലൈറ്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ. The landlady asked whether the speaker is dark or light, a question so absurd. നമ്മൾ നേരത്തെ കണ്ടിരുന്നു, the speaker briefly wonders if he has misheard. അദ്ദേഹം കേട്ടതിന്റെ കുഴപ്പമാണോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. അപ്പോൾ അവരുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് how dark the speaker was. അല്ലെ? മറ്റു റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസും അവര് ചോദിക്കുന്നില്ല. പ്രൊഫഷനെ കുറിച്ചോ ഫാമിലിനെ കുറിച്ചോ ഹാബിറ്റിനെ കുറിച്ചോ ഒന്നും ചോദിക്കുന്നില്ല. ഷീ ഈസ് കൺസേൺഡ് ഓൺലി വിത്ത് ദ കളർ. അല്ലെ? റേസിസം, ദ പോം therefore makes it clear, is inherently reductive. The dehumanizing ആണ്. കളറിനെ ബേസ് ചെയ്ത് മാത്രം അവരെ ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത്. pushed dumbfoundment എന്നൊരു വാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. pushed എന്ന് പറയുന്നത് ഇവിടെ സ്പീക്കറിന്റെ ആ ഒരു സർപ്രൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേജ് കൂടി നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. കാരണം ലാൻഡ് ലേഡിയുടെ പോളിഷ്ഡ് ബിഹേവിയറിൽ വന്നിട്ടുള്ള ആ ഒരു ഷിഫ്റ്റ്, അല്ലെ? ഷിഫ്റ്റ് ഇൻ ആറ്റിറ്റ്യൂഡ്. ദി വേർഡ് പുഷ് സജസ്റ്റ് ദി ലാൻഡ് ലേഡീസ് ആക്ഷൻസ് ആർ ഫോഴ്സിംഗ് ദ സ്പീക്കർ ടു കൺഫ്രണ്ട് ദി അൺപ്ലസന്റ് റിയാലിറ്റി ഓഫ് ഹർ റേസിസം. ഫോഴ്സ് ചെയ്യുകയാണ്, പുഷ് ചെയ്യുക, ഫോഴ്സ് ചെയ്യുക. എന്തിന്? അവരുടെ ആ ഒരു ഷിഫ്റ്റ് ഇൻ ആറ്റിറ്റ്യൂഡ്, അല്ലെ? വൈറ്റ് ലേഡിയുടെ ഷിഫ്റ്റ് ഇൻ ആറ്റിറ്റ്യൂഡ് അത് ഫേസ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പുഷ് ചെയ്ത അദ്ദേഹം ആ ഒരു റിയാലിറ്റി എൻകൗണ്ടർ ചെയ്യുകയാണ്. ടു ബെഗ് സിംപ്ലിഫിക്കേഷൻ. ദ സ്പീക്കർ, overwhelmed by landlady's prejudice, is reduced to pleading for a simple, understandable explanation. ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ തരുമോ എന്ന് ചോദിക്കുകയാണ്. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? He wants to grasp why she has changed her mind so abruptly. എന്തുകൊണ്ടാണ് അവർ പെട്ടെന്ന് അവരുടെ ഡിസിഷനിൽ ഒരു മാറ്റം വരുത്തിയത്? Why she seems to find his race unacceptable. ആഫ്രിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡാർക്ക് ആണോ ലൈറ്റ് ആണോ എന്ന രീതിയിൽ, ഹൗ ഡാർക്ക്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനൊരു എക്സ്പ്ലനേഷൻ, അണ്ടർസ്റ്റാൻഡബിൾ എക്സ്പ്ലനേഷൻ തരുമോ എന്ന് ചോദിക്കുകയാണ്. Next lines. Revelation came. You mean like plain or milk chocolate? Her accent was clinical, crushing in its light impersonality. Rapidly, wavelength adjusted. I chose West African sepia. And as afterthought, how dark, light എന്ന രീതിയിലൊക്കെ നമ്മളുടെ പോയറ്റിനോട്, നമ്മളുടെ സ്പീക്കറിനോട് വൈറ്റ് ലേഡി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. റെവലേഷൻ കെയിം. ഇപ്പോഴാണ് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായത്. It made sense finally. You mean like plain or milk chocolate? നിങ്ങൾ ഉദ്ദേശിച്ചത് പ്ലെയിൻ അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റിന്റെ നിറമാണോ എന്ന് ചോദിക്കുന്നു. Are you asking if my skin is the color of regular chocolate or milk chocolate? Her accent was clinical, crushing in its light
impersonality. അതായത് ഈ ഒരു വൈറ്റ് ലേഡിയുടെ ആറ്റിറ്റ്യൂഡ്, വൈറ്റ് ലേഡി ഷീ റെപ്രസെന്റ്സ് ദി വൈറ്റ് സൊസൈറ്റി, വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബിഹേവിയർ ആണ്, ഫീലിങ്സ് ഒന്നും ഇല്ലാത്തൊരു ബിഹേവിയർ, മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാത്തൊരു കൈൻഡ് ഓഫ് ബിഹേവിയർ ആണ്, ഒരു ഫോർമൽ, ഒരു എന്താണ് തോട്ട്ലെസ് ആയിട്ടൊരു ബിഹേവിയർ, ഇംപേഴ്സണൽ. Her accent was clinical. അതുകൊണ്ടാണ് ക്ലിനിക്കൽ എന്ന വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത്. Crushing in its light impersonality. Rapidly the wavelength adjusted. അദ്ദേഹം പറയുകയാണ്, അപ്പോൾ ഹൗ ഡാർക്ക് ആൻഡ് ലൈറ്റ് എന്നൊക്കെ അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു അല്ലേ. അപ്പോൾ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്ലെയിൻ ചോക്ലേറ്റോ മിൽക്ക് ചോക്ലേറ്റിന്റെ കളർ ആണോ എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. റാപ്പിഡ്ലി അദ്ദേഹം ആ വേവ് ലെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ കളറിന്റെ ആ ഒരു സംഭവത്തിനെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഐ ചോസ് വെസ്റ്റ് ആഫ്രിക്കൻ സീപ്പിയ. അദ്ദേഹം വെസ്റ്റ് ആഫ്രിക്കൻ സീപ്പിയ എന്ന് പറയുന്ന കളറാണ് എന്ന് പറയുന്നു. ആ ഒരു കളറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ആസ് ആഫ്റ്റർ തോട്ട്, these lines of the poem telephone conversation describe how the black man describes himself. ഈ ബ്ലാക്ക് മാൻ അദ്ദേഹത്തെ സ്വയം ഡിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതൊരു പ്രൊട്ടസ്റ്റ് പോലെയാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു ആഫ്രിക്കൻ ആണെന്ന് അല്ലേ. അതുകൊണ്ടാണ് ഈ വെസ്റ്റ് ആഫ്രിക്കൻ സീപ്പിയ വരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു വെസ്റ്റ് ആഫ്രിക്കൻ ആണ്. കൂടാതെ ഹിസ് നോട്ട് റെഡി ടു യൂസ് ദി വേർഡ് ബ്ലാക്ക് അല്ലെ. ബ്ലാക്ക് എന്ന വേർഡ് അദ്ദേഹം യൂസ് ചെയ്യുന്നില്ല. ഒരിടത്തും അദ്ദേഹം ബ്ലാക്ക് ആണ് എന്ന് അദ്ദേഹം പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടു കാണും. പക്ഷെ അദ്ദേഹം ബ്ലാക്ക് ആണെന്ന് ഇൻഡയറക്ട്ലി പല വാക്കുകളിലൂടെ അവതരിപ്പിക്കുന്നു. കാരണം ബ്ലാക്ക്നെസ്സിനെ അല്ല അദ്ദേഹം അഡോപ്റ്റ് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ആ ഒരു നേറ്റിവിറ്റിയെയാണ്. ദിസ് എക്സ്പ്രഷൻ ഓഫ് ബ്ലാക്ക് മാൻ റിവീൽസ് how he hesitates to declare himself black. ഒരു കളറിന്റെ പേരിൽ ജഡ്ജ് ചെയ്യപ്പെടേണ്ട ഒരു കമ്മ്യൂണിറ്റി അല്ല അവർ. He is ready to confess that he is an African. അദ്ദേഹം ഒരു ആഫ്രിക്കൻ ആണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല. പക്ഷെ ഒരു ബ്ലാക്ക് എന്ന രീതിയിൽ ഒരു കളറിന്റെ പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. Understanding the intent of the lady, he himself repeats her question that if she would like to compare himself with a chocolate, dark or light, എന്ന രീതിയിൽ ഒരു ചോക്ലേറ്റിന്റെ രണ്ട് ഓപ്ഷൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇങ്ങോട്ട് നേരത്തെ രണ്ട് ഓപ്ഷൻസ് വന്നിരുന്നു, ഡാർക്ക് ആണോ ലൈറ്റ് ആണോ എന്ന്. ഇപ്പൊ ഇതേ രണ്ട് ഓപ്ഷൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റിന്റെ കളറാണോ വൈറ്റ് ചോക്ലേറ്റിന്റെ കളറാണോ നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന്. The poem moves smoothly between the thoughts of the speaker as he considers the question as a political statement and the landlady's insistent repetition of the same question or variations. landlady ഒരുപാട് പ്രാവശ്യം ആ ക്വസ്റ്റ്യൻ പല രീതിയിലും ചോദിച്ചു. ആദ്യം ഹൗ ഡാർക്ക് എന്ന് ചോദിച്ചു, പിന്നീട് ഹൗ ഡാർക്ക് ഓർ ലൈറ്റ് എന്ന രീതിയിൽ ചോദിച്ചു. ഇപ്പൊ ഇങ്ങോട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് കിട്ടിയപ്പോൾ അവര് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇതൊക്കെ റേഷ്യൽ prejudice-നെയാണ് സൂചിപ്പിക്കുന്നത്. She agrees, answering in the affirmative, which is yet another body blow for the African man, because she is so impersonal with it. അവർക്ക് ആ ഒരു ചോദ്യത്തില് ഇതൊരു പ്രൊട്ടസ്റ്റ് ആയിട്ടാണ് നമ്മളുടെ പോയറ്റ് ആ ഒരു ചോദ്യം, ചോക്ലേറ്റിന്റെ ചോദ്യം അങ്ങോട്ട് ചോദിച്ചിട്ടുള്ളത്, രണ്ട് ഓപ്ഷൻ അങ്ങോട്ട് കൊടുത്തത്. പക്ഷെ അവിടെയും അവർക്ക് ഫീലിങ്സ് ഒന്നുമില്ല. ഷീ ഈസ് സോ impersonal with it. ക്ലിനിക്കൽ ആണ്, ക്ലിനിക്കൽ. He's a quick mover. അപ്പോൾ തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത മൂവ്, നമ്മൾ ചെസ്സിലേക്ക് മൂവ്മെന്റ്സ് പോലെ അടുത്ത മൂവ് നമ്മളുടെ സ്പീക്കർ വെക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഇത് വെസ്റ്റ് ആഫ്രിക്കൻ സീപ്പിയ ആണ് എന്റെ കളർ. ഹീസ് വെസ്റ്റ് ആഫ്രിക്കൻ സീപ്പിയ. അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിലും അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. പാസ്പോർട്ടിൽ അദ്ദേഹം വെസ്റ്റ് ആഫ്രിക്കൻ ആണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ സീപ്പിയ എന്ന് പറയുന്ന കളർ നമുക്ക് എല്ലാവർക്കും അറിയാം, റെഡിഷ് ബ്രൗൺ കളറാണ് ഈ കൊടുത്തിട്ടുള്ള കളർ. ഈ ഓൾഡ് ഫോട്ടോഗ്രാഫ്സ്, നമ്മൾ ഈ ഫോട്ടോസ് ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു വേർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. അപ്പോ സിമ്പിൾ ബ്ലാക്കും അല്ല വൈറ്റും അല്ല, ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ആണ് അല്ലേ. അപ്പൊ ഈ മിക്സഡ് ഷെയ്ഡ്, ഈ ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ കളേഴ്സും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഒരു കളറിന്റെ കോംപ്ലക്സിറ്റീനെ കാണിക്കുന്ന ആ ഒരു ബേസിക് കളേഴ്സ് അല്ല, പ്രൈമറി കളേഴ്സ് ഒന്നും അല്ല അല്ലേ.
വൈറ്റിന്റെയും ലൈറ്റിന്റെയും ഡാർക്കിന്റെയും ഒരു മിക്സ്ചർ ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ ലൈറ്റിന്റെയും ബ്ലാക്കിന്റെയും മിക്സ്ചർ ആ ഒരു കളറിനെ ഡിഫൈൻ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അത് ഷോക്കേസ് ചെയ്യുന്ന എന്തിനെയാണ്? ഇറ്റ് ഷോക്കേസസ് ദി കോംപ്ലക്സിറ്റി ഓഫ് റേഷ്യൽ ഐഡന്റിറ്റി. കോംപ്ലക്സിറ്റി ഓഫ് റേഷ്യൽ ഐഡന്റിറ്റി. എങ്ങനെയാണ് നമ്മൾ ബ്ലാക്സ് എന്നും പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റിനെ മാറ്റി നിർത്തുക? ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കളർ ഉണ്ടോ? അങ്ങനെ നമുക്ക് അങ്ങനെ മാറ്റി നിർത്താം. അത് ആ കോംപ്ലക്സിറ്റി ഓഫ് റേഷ്യൽ ഐഡന്റിറ്റിനെ കൂടിയാണ്. അല്ലെങ്കിൽ ഈ വൈറ്റ് എങ്ങനെയാണ് സുപ്പീരിയർ ആകുന്നത്? അതൊക്കെയാണ് ഇവിടെ ചോദ്യമായിട്ട് വരുന്നത്. സോ ഇറ്റ് ഷോസ് ദി കോംപ്ലക്സിറ്റി ഓഫ് റേഷ്യൽ ഐഡന്റിറ്റി. ഡൗൺ ഇൻ മൈ പാസ്പോർട്ട്, എന്റെ പാസ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട് എന്ത്? വെസ്റ്റ് ആഫ്രിക്കൻ എന്നത്. സൈലൻസ് ഫോർ സ്പെക്ട്രോസ്കോപ്പിക് ഫ്ലൈറ്റ് ഓഫ് ഫാൻസി till truthfulness changed her accent. Hard on the mouthpiece. What's that? Conceding. Don't know what that is. Like brunette? That's dark, isn't it? Not altogether. Facially, I am brunette, but madam, you should see the rest of me. എന്റെ പാസ്പോർട്ടിൽ വെസ്റ്റ് ആഫ്രിക്കൻ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വെസ്റ്റ് ആഫ്രിക്കൻ സീപ്പിയ എന്ന രീതിയിൽ വിശേഷിപ്പിച്ചത് എന്ന് പറയുന്നു. Now silence for spectroscopic flight of fancy. ഇത് എന്ത് കളറാണാവോ എന്ന രീതിയിൽ നമ്മളുടെ വൈറ്റ് ലേഡി ചിന്തിക്കുകയാണ്. സ്പെക്ട്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ പല കൈൻഡ് ഓഫ് കളേഴ്സ് അവരുടെ മനസ്സിലൂടെ പോവുകയാണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു എന്താണ് നമ്മൾ ഈ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ആ ഒരു സംഭവം, ലൈറ്റ് ഇങ്ങനെ പല കളേഴ്സ് ആയിട്ട് സ്പ്രെഡ് ആയിട്ട് പോകുന്ന ഒരു സംഭവം അല്ലെ. സൈലൻസ് ഫോർ സ്പെക്ട്രോസ്കോപ്പിക് ഫ്ലൈറ്റ് ഓഫ് ഫാൻസി. അതുപോലെ അവരുടെ മനസ്സിലൂടെ ഏത് കളറാണിത് എന്നൊരു സംഭവമാണ് വന്നിട്ടുള്ളത്. ടിൽ ട്രൂത്ത്ഫുൾനെസ് ചേഞ്ച്ഡ് ഹെർ ആക്സെന്റ്. അവർക്ക് മനസ്സിലാവുന്നില്ല അത് ഏത് കളറാണ് എന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. ഹാർഡ് ഓൺ ദി മൗത്ത് പീസ്. വളരെ റാഷ് ആയിട്ട് ബ്ലണ്ട് ആയിട്ട് അവർ ചോദിക്കുന്നു അത് ഏത് കളറാണ്? വാട്ട്സ് ദാറ്റ്? കൺസീഡിങ്. ഡോണ്ട് നോ വാട്ട് ദാറ്റ് ഇസ്. ഡോണ്ട് നോ, അവർക്ക് അറിയില്ല. അപ്പൊ അദ്ദേഹം പറയുന്നു ലൈക്ക് ബ്രൂനെറ്റ്. നിങ്ങൾക്ക് കാണാം ഇവിടെ ബ്രൂനെറ്റ് എന്ന് പറയുന്ന കളർ. അപ്പോ നമ്മളുടെ സ്പീക്കർ വളരെ ഇന്റലിജന്റ് മൂവ് ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ലൈക്ക് ബ്രൂനെറ്റ്. അപ്പൊ അവര് ചോദിക്കുകയാണ് ദാറ്റ്സ് ഡാർക്ക്, ഇസ്ന്റ് ഇറ്റ്? അത് ഡാർക്ക് അല്ലേ, ഇസ്ന്റ് ഇറ്റ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ് നോട്ട് ഓൾ ടുഗെദർ, നോട്ട് ഓൾ ടുഗെദർ. ഐ എം ബ്രൂനെറ്റ്, but madam, you should see the rest of me. You should see the rest of my body. I am brunette. Facially, I am brunette. എന്റെ ഫേസ് ബ്രൂനെറ്റ് കളറിലാണ്. ബട്ട് ബോഡി പാർട്സ് എല്ലാം ഒരേ കളറിലല്ല. ബട്ട് മാം, യു ഷുഡ് സീ ദ റെസ്റ്റ് ഓഫ് മീ, റെസ്റ്റ് ഓഫ് മൈ ബോഡി എന്ന് പറയുന്നു. The lady remains perplexed, not wanting to admit her ignorance. അപ്പോൾ ഒരു വൈറ്റ് സുപ്പീരിയർ ക്ലാസ്സിലെ ആളാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കളർ അറിയില്ല എന്ന് പറയുന്നത് ഒരു കുറച്ചിലാണ് അല്ലെ. ആൻഡ് കൺഫ്യൂസ്ഡ്, ഷി വാസ് അൺഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദി ആൻസർ. അതുകൊണ്ട് തന്നെ പിന്നീടും ഒരു സൈലൻസിലോട്ട് പോകുന്നത് പോലെ നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് ഷീ സീക്സ് ക്ലാരിഫിക്കേഷൻ. വാട്ട്സ് ദാറ്റ്? അതെന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം അതിന്റെ സിമിലർ ആയിട്ടുള്ള മറ്റൊരു കളറാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഡാർക്ക് ബ്രൂനെറ്റ്. അദ്ദേഹത്തിന്റെ ഫേസിന്റെ കളർ ഡാർക്ക് ബ്രൂനെറ്റ് ആണ് എന്ന് പറയുന്നു അല്ലെ. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മളുടെ പോയറ്റ് അല്ലെങ്കിൽ സ്പീക്കർ ബ്രേക്ക് ചെയ്യുന്നത് എന്താണെന്ന് അറിയാവോ? ഈ ഡാർക്ക് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിനെ അദ്ദേഹം ഒരുപാട് ഷെയ്ഡ്സിലോട്ട് കൊടുത്തു. ആ ഡാർക്ക് എന്ന് അവർ യൂസ് ചെയ്തു, ബ്ലാക്ക് എന്ന് യൂസ് ചെയ്യാതെ അവർ ഡാർക്ക് ആണോ ലൈറ്റ് ആണോ എന്നൊക്കെ യൂസ് ചെയ്തു. അപ്പൊ ആ ഡാർക്കിനെ തന്നെ അദ്ദേഹം ഇവരിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഷെയ്ഡ്സിലൂടെ അവരുടെ മുന്നിൽ തന്നെ അവതരിപ്പിക്കുന്നു അല്ലെ. അത് കൺഫ്യൂഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ സ്പെക്ട്രോസ്കോപ്പിക് അനലോജി, അത് നമ്മളുടെ ലാൻഡ് ലേഡി ആ കളർ ഏതാണ് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് അവിടെ കാണുന്നത്. ഓക്കെ, സ്പെക്ട്രോമീറ്ററിലൂടെ ലൈറ്റിനെ അനലൈസ് ചെയ്യുന്നത് പോലെ. ഇനി ഈ പോമിന്റെ ലാസ്റ്റ് ലൈൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്.
palm of my hand, soles of my feet are a peroxide blonde. Friction caused foolishly, madam, by sitting down has turned my bottom raven black. One moment, madam. Sensing her receiver rearing on the thunderclap about my ears, madam, I pleaded, wouldn't you rather see for yourself? ഇവിടെ അദ്ദേഹം ഫേഷ്യലി അദ്ദേഹത്തിന്റെ കളർ ബ്രൂണറ്റിനെ പോലെയാണ് എന്ന് നേരത്തെ പറഞ്ഞു. ഇനി അദ്ദേഹത്തിന്റെ പാം, യു ഷുഡ് സീ ദി റെസ്റ്റ് ഓഫ് മൈ ബോഡി എന്ന് നേരത്തെ വരികളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അദ്ദേഹത്തിന്റെ പാം ഓഫ് മൈ ഹാൻഡ്, സോൾസ് ഓഫ് മൈ ഫീറ്റ് പെറോക്സൈഡ് ബ്ലോണ്ട് ആണ് എന്ന് പറയുന്നു. പെറോക്സൈഡ് ബ്ലോണ്ട് എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ കളറാണ്. ഒരു ഗോൾഡൻ കൈൻഡ് ഓഫ് കളർ നമ്മൾ ഈ ബ്ലീച്ച് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഹെയർ, ഫേഷ്യൽ ഹെയറോ നമ്മളുടെ ഹെയറും ഒക്കെ ഒരു ഗോൾഡൻ കളറിലോട്ട് മാറുന്നതാണ്. ആ ഗോൾഡൻ കളറിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ പാം ഓഫ് മൈ ഹാൻഡ്, അതുപോലെ തന്നെ സോൾസ് ഓഫ് മൈ ഫീറ്റ്, ഇതൊക്കെ ഏത് കളറിലാണ്? പെറോക്സൈഡ് ബ്ലോണ്ട് ആണ് എന്ന് പറയുന്നു. പെറോക്സൈഡ് ബ്ലോണ്ട് ആണ് എന്നാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. പെറോക്സൈഡ് ബ്ലോണ്ട്. Friction caused foolishly, madam, by sitting down has turned my bottom raven black. Friction. ഓ, അദ്ദേഹം ഒരുപാട് നേരം ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. By sitting down, friction, ഉരസൽ കൊണ്ട്, has turned my bottom raven black. അദ്ദേഹത്തിന്റെ ബോട്ടം raven black ആണ് എന്ന് അദ്ദേഹം പറയുന്നു. raven black. raven എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബേർഡ് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും അല്ലെ? കാക്ക അല്ലെ? റേവൻ, നിങ്ങൾ ആ ഒരു പോമൊക്കെ ഓർക്കുന്നുണ്ടാവും. നമ്മളുടെ റേവൻ അല്ലെ? റേവൻ ബ്ലാക്ക് ആണ്, കറുപ്പ്, ഡാർക്ക് ബ്ലാക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് അല്ലെ? റേവൻ ബ്ലാക്ക് ആണ്. ഇത് ഫ്രിക്ഷൻ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ബോട്ടം റേവൻ ബ്ലാക്ക് ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പൊ ഇത് ശരിക്കും വോയിസ് ഓഫ് പ്രൊട്ടസ്റ്റ് ആണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് ശരിക്കും ആ വൈറ്റ് ലേഡിയുടെ അവരുടെ ആ ഒരു പോളിഷ്ഡ് കൈൻഡ് ഓഫ് ബിഹേവിയറിന്റെ ഉള്ളിൽ അവർ ഒളിച്ചു വെച്ചിരുന്ന റേഷ്യൽ പ്രെജുഡൈസിനുള്ള ചുട്ട മറുപടിയാണ് അദ്ദേഹം ഇവിടെ കൊടുത്തിട്ടുള്ളത്. മൈ ബോട്ടം റേവൻ ബ്ലാക്ക്. വൺ മോമെന്റ് മാഡം. അപ്പോൾ ഇങ്ങനെ എന്തായാലും കേൾക്കുമ്പോൾ ഒരു പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ഫോൺ കട്ട് ചെയ്ത് കളയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലെ? ഹെർ റിസീവർ റിയറിംഗ് ഓൺ ദി തണ്ടർ ക്ലാപ്പ് അബൌട്ട് മൈ ഇയേഴ്സ്. അവരെന്ത് ചെയ്യും? ഷി വിൽ സ്ലാം ഡൗൺ ദ ഫോൺ. അതിനു മുൻപ് തന്നെ അദ്ദേഹം അടുത്ത ഒരു ചുട്ട മറുപടി പോലെ, നമ്മളുടെ ഓപ്പറേഷൻ സിന്ദൂർ പോലെ ഓപ്പറേഷൻ റേവൻ ബ്ലാക്ക് ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. മാഡം, ഐ പ്ലീഡഡ്, വുഡന്റ് യു റാദർ സീ ഫോർ യുവർ സെൽഫ്. നിങ്ങൾക്ക് വന്ന് അത് ചെക്ക് ചെയ്യാവുന്നതാണ് എന്ന രീതിയിൽ പറയുകയാണ്. നിങ്ങൾക്കത് സ്വയം ഇത് ചെയ്യാവുന്നതാണ് എന്ന രീതിയിൽ അവര് പറയുന്നു. അദ്ദേഹം പറയുന്നു ആ ഒരു ലാൻഡ് ലേഡിയോട്, Wouldn't you rather see for yourself? Okay, അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇവിടെ ആ ഒരു റേസിസ്റ്റ് ആയിട്ടുള്ള ആ ഒരു അവരുടെ ചോദ്യങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു മറുപടിയാണ് വോൾസോയിങ്ക കൊടുത്തിട്ടുള്ളത് അല്ലെ? അതെ, അവരെ മോക്ക് ചെയ്തുകൊണ്ട് മാഡം ഐ പ്ലീഡഡ്, ബെഗ് ചെയ്യുകയാണ്, നിങ്ങൾ വന്നൊന്ന് ചെക്ക് ചെയ്തോളൂ, ഉറപ്പ് വരുത്തിയിട്ട് മതി നിങ്ങളുടെ വീട് എനിക്ക് എന്ന രീതിയിൽ പറയുകയാണ്. ഓക്കെ, ഇതിലും കൂടുതൽ എന്താണ് ഇനി അയാൾ പറയേണ്ടത്? ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ടെലിഫോൺ കോൺവെർസേഷൻ. ഈ ലൈൻസ് ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ദി സ്പീക്കർ ഓൾസോ നോട്ട്സ് ദാറ്റ് ദി ഹ്യൂമൻ ബോഡി ഈസ് നോട്ട് ജസ്റ്റ് എ പെർട്ടിക്കുലർ കളർ. അപ്പോൾ ഈ റേസിസം എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡീനെ ഒരു പെർട്ടിക്കുലർ കളറിലോട്ട് മാത്രം കേന്ദ്രീകരിച്ച് കൊണ്ടുവരിക എന്നതാണല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ് ബ്രൂണറ്റ് കളറാണ്, പാംസ് പെറോക്സൈഡ് ബ്ലോണ്ട് ആണ്, ബോട്ടം റേവൻ ബ്ലാക്ക് ആണ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഹ്യൂമൻ ബോഡീനെ അങ്ങനെയുള്ള ഷെയ്ഡ്സിലോട്ട് അദ്ദേഹം ആ ഒരു ഡെഫിനിഷൻ ഇല്ലാതെയാക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. കൂടാതെ ഒരിക്കലും നമ്മൾക്ക് വൈറ്റ് കളേഴ്സിനെ അല്ലെങ്കിൽ ഹ്യൂമൻ ഷെയ്ഡ്സിനെ, സ്കിൻ കളറിനെ ഒരു ബൈനറി ചോയ്സിലോട്ട് മാറ്റാനായിട്ട് പറ്റില്ല.
ഈ ബൈനറി ചോയ്സ് നമുക്ക് തുടക്കം മുതലേ കാണാം അല്ലെ. ഒന്നെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ആണോ എന്ന് ചോദിക്കാനായിട്ടുള്ള ഒരു ശ്രമം. അവിടെ അദ്ദേഹം പറയുന്നു അദ്ദേഹം ഒരു ആഫ്രിക്കൻ ആണ്. അപ്പോൾ ആഫ്രിക്കൻ ആണ് എന്ന് പറയുമ്പോൾ പിന്നീട് രണ്ട് ചോയ്സ് ആണ് കൊടുക്കുന്നത് അല്ലെ. എന്താണ് പിന്നീട് ഡാർക്ക് ആണോ ലൈറ്റ് ആണോ എന്ന് കൊടുക്കുന്നു. അതിന് പകരമായിട്ട് നമ്മളുടെ പോയിറ്റ് നമ്മളുടെ സ്പീക്കർ രണ്ട് ചോയ്സ് ഡാർക്ക് ചോക്ലേറ്റ് ആണോ വൈറ്റ് ചോക്ലേറ്റ് ആണോ എന്ന് അങ്ങോട്ട് കൊടുക്കുന്നു. അവിടെയൊക്കെ ഒരു ബൈനറി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ബട്ടൺ ബി ബട്ടൺ എ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അവിടെയൊക്കെ ബൈനറി ആണ്. ബൈനറി അല്ലെ. ആ ബൈനറി കൺസ്ട്രക്റ്റ് ആണ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. ബൈനറി കൺസ്ട്രക്റ്റ് അല്ലെ. അപ്പൊ ഈ ബൈനറി കൺസ്ട്രക്റ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ ഇല്ലാതെയാക്കണം. ഈ ബൈനറി കൺസ്ട്രക്റ്റ് ഇല്ലാതെ ആവേണ്ടതാണ്. ഓക്കെ, അത് നമുക്ക് ഇവിടെ നോക്കാം. ഈ ബൈനറി ഓപ്പോസിറ്റ്സ് എന്ന് പറയുന്ന നമ്മൾ ഇനി ഫെർഡിനാൻഡ് ഡി സോഷറിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് സ്ട്രക്ചറലിസം അതിലോട്ടൊക്കെ നമ്മൾ വരുന്ന ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനെയൊക്കെ ബേസ് ചെയ്ത് പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു ലൈറ്റിന്റെ സ്വിച്ച് നമുക്ക് ഓൺ ചെയ്യാം അല്ലെങ്കിൽ ഓഫ് ചെയ്യാം അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്പോർട്സ് മാച്ച് ആണ് എന്ന് വിചാരിക്കുക. അതൊന്നെങ്കിൽ നമ്മൾ ജയിക്കുന്നു അല്ലെങ്കിൽ തോൽക്കുന്നു. ഇപ്പൊ വെള്ളം നമ്മൾ എടുക്കുകയാണ്, അതൊന്നെങ്കിൽ ചൂടായിരിക്കും അല്ലെങ്കിൽ തണുപ്പായിരിക്കും. ആ ഒരു രീതിയിൽ ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഡൗൺ ഇൻ ഔട്ട് ഇതൊക്കെ ബൈനറി ഓപ്പോസിറ്റ്സ് ആണ്, ബൈനറി ഓപ്പോസിഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ബൈനറി ഓപ്പോസിറ്റ്സിന് ഒരിക്കലും ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നതാണ് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഈ ബൈനറി ഓപ്പോസിറ്റ്സ് അല്ലെങ്കിൽ ബൈനറി ഓപ്പോസിറ്റ്സ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾക്ക് ദേ കാൺട്ട് എക്സിസ്റ്റ് ടുഗെദർ. അപ്പോൾ എങ്ങനെയാണ് ഈ ബ്ലാക്കും വൈറ്റും കൂടി ഒരുമിച്ച് താമസിക്കുക? അതാണ് ഈ വൈറ്റ്സിന്റെ ചിന്താഗതിയിൽ നിറഞ്ഞു നിൽക്കുന്നത് തന്നെ. ഓക്കെ, ദി കൺസേൺ വിത്ത് ബൈനറിസം, ഇത് നമ്മുടെ ഫെർഡിനാൻഡ് ഡി സോഷർ ആണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്. One second. Contemporary post-structuralist and feminist theories have demonstrated the extent to which such binaries entail a violent hierarchy in which one term of opposition is always dominant. For male and female, ഇവിടെ നമ്മൾക്കറിയാം മെയിൽ എപ്പോഴും ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ ബർത്തും ഡെത്തും ബൈനറി ഓപ്പോസിറ്റ്സ് ആണ്. പക്ഷെ ബർത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, ഡെത്തിനല്ല. അതുപോലെ തന്നെ വൈറ്റും ബ്ലാക്കും ബൈനറി ഓപ്പോസിറ്റ്സ് ആണ്. പക്ഷെ ബ്ലാക്ക് അല്ല ഡോമിനന്റ്, വൈറ്റ് ആണ് ഡോമിനന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ബൈനറി ഓപ്പോസിഷൻ വരുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം, അതിലുള്ള ഒരു സംഭവം എന്താകും, ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ട് മാറിപ്പോവാറുണ്ട്. ഓക്കെ, അതാണ് നമ്മളിപ്പോ ഈ ചൈൽഡും അഡൽട്ട് അതിനിടയിൽ യൂത്ത് ഉണ്ട് അല്ലെ. ഈ യൂത്ത് എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അല്ലെ. യൂത്ത് അവരുടെ ലൈഫ് സ്റ്റൈൽ വെച്ചും അവരുടെ ട്രെൻഡും അവരുടെ ഇപ്പൊ ചിലപ്പോൾ അവർക്ക് ട്രഡീഷനായിട്ടൊന്നും ചേർന്ന് പോകാനായിട്ട് ഒരു പക്ഷെ സാധിക്കില്ല. അപ്പോ ഈ ചൈൽഡ്ഹുഡും ഇതിന്റെ ഇടയിൽ പെട്ടിട്ട് അവര് സഫോക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ബൈനറിയിലോട്ട് അവരെ കേന്ദ്രീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? ചൈൽഡും അഡൽട്ടും രണ്ട് ബൈനറീസ് ആണ്. പക്ഷെ അതിലൊരു യൂത്ത് ഉണ്ട്. ആ യൂത്തിനെ അഡൽട്ടിലോട്ട് ചേർക്കണോ ചൈൽഡിലോട്ട് ചേർക്കണോ എന്ന് പറ്റാത്തൊരു ഇത്. അതുകൊണ്ടാണ് അവര് ഒരുപാട് ക്രിറ്റിസിസത്തിന് വിധേയമാകുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ബ്ലാക്കും വൈറ്റും ജസ്റ്റ് ബൈനറി ഓപ്പോസിറ്റ്സ് ആണ് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഈ ടെലിഫോൺ കോൺവെർസേഷന്റെ ഈ സ്റ്റോറി, ഇതിൽ കറക്റ്റ് ആയിട്ട് ആ സ്റ്റോറി അങ്ങനെ കൊടുത്തിട്ടില്ല, എന്നാലും നിങ്ങൾക്ക് ഒരു ഐഡിയ തരാനായിട്ട് ഈ ഒരു പിക്ചറിന് സാധിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ ഇത് വായിച്ചു കഴിയുമ്പോൾ ഈ പിക്ചർ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ. സോ ടെലിഫോൺ കോൺവെർസേഷൻ അങ്ങനെ കംപ്ലീറ്റ് ആയി. വ്യക്തമായിട്ട് ആ ഒരു പോമിന്റെ മീനിങ് നിങ്ങളിലോട്ട് എത്തിക്കാൻ സാധിച്ചു എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ ആണോ? ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ.